എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സോളും കിമ്മും ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ കിമ്മിന്റെ എക്സിന്റെ ആ ചേട്ടനില്ലേ, അയാള് ഇവരെ കാണാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ടൊരു ബോഡി ഗാർഡ് അയാളെ വിളിക്കും. അങ്ങനെ അവര് അവിടെ നിന്ന് രക്ഷപ്പെടും. അവിടെ നമ്മുടെ സോള് കിമ്മിന്റെ അടുത്ത് പറയും, എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്, നീ ഇനി എന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരുടെ അപ്പാർട്ട്മെന്റിൽ വരുന്നയാ. അവിടെ നമ്മുടെ കിമ്മ് അവന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇവന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു അവന്റെ ആ എക്സ് ഗേൾ ഫ്രണ്ട്. അവര് രണ്ടുപേരും നല്ല ഇഷ്ടത്തിലായിരുന്നു. കുറെ കാലം കഴിയുന്നത് നമ്മുടെ കിമ്മിനാണെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. അവൻ അവിടേക്ക് പോകുന്നതും അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഭയങ്കര ഡിപ്രഷനിലാവും. അവള് ഭയങ്കര മോശമായിട്ടാണ് എല്ലാ കാര്യത്തിലും റിയാക്ട് ചെയ്യുന്നത്. അവൻ അവസാനം സഹിക്കാൻ പറ്റാണ്ട് അവൻ വന്ന് അവളുടെ അടുത്ത് ബ്രേക്കപ്പ് പറയും. എന്നാൽ അവളാണെങ്കിൽ അവളുടെ കൈ മുറിച്ചിട്ട് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും. അത് അവന് സഹിക്കാൻ പറ്റാഞ്ഞ അവൻ പറയും, നീ മരിക്കുന്നെങ്കിൽ മരിച്ചോ എന്നും പറഞ്ഞിട്ട് അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നടന്നു പോകും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നാൽ നമ്മുടെ കിമ്മാണെങ്കിൽ അവളെ ഒറ്റയ്ക്കാക്കി പോയതിനു ശേഷമാണ് നമ്മുടെ കിമ്മിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ മരണം സംഭവിച്ചതും അവളുടെ ബോഡി കിട്ടാണ്ടായതും. അതുകൊണ്ട് തന്നെ എല്ലാ പോലീസുകാരുടെതും അവനവിടെ കൺഫസ് ചെയ്യുകയും ചെയ്യും, ഞാനാണ് അവളുടെ മരണത്തിന് കാരണക്കാരനെന്ന്. അതുകൊണ്ടാണ് നമ്മളുടെ സോളിന്റെ ചെവിയിലായിരുന്ന കൂടി അവൻ സത്യം പറഞ്ഞിട്ട് അത് കള്ളവായിട്ട് തന്നെ ഫീൽ ചെയ്തത്. കിമ്മിന് നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സോൾ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിം അവളുടെ അടുത്ത് പറയും, ഒരുപാട് രാത്രിയായില്ലേ, നീ ഇന്നിനിയിപ്പോ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുകയെന്ന്. അങ്ങനെ അവര് ഉറക്കം വരാണ്ട് രാത്രി കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. എന്നിട്ട് അവര് മാച്ചൊക്കെ കാണും. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേക്കുന്നതും അവള് സ്ലിപ്പായി നമ്മുടെ കിമ്മിന്റെ മടിയിലായിട്ട് വന്നങ്ങ് വീഴും. കൂട്ടത്തിൽ തന്നെ അവനും എഴുന്നേക്കും. അവിടെ ടിവിയിലായിട്ട് ക്യാമ്പയിന്റെ ഒരു വീഡിയോയും പ്ലേ ആവും. നമ്മുടെ സോള് പറയും, എനിക്ക് ക്യാമ്പയിൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടവാ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം അവര് രണ്ടുപേരും കൂടി ഒരു ക്യാമ്പയിന് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ കിമ്മ് അവളുടെ അടുത്ത് അവന്റെ ഇഷ്ടം തുറന്നു പറയും. രണ്ടുപേരും കിസ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് വരും. അവിടെ വരുന്നതും രണ്ടുപേർക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ സോളാണെങ്കിൽ സന്തോഷം കാരണം കിമ്മിനൊരു കിസ് കൊടുക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ കാങ്ങിനിയാണ്. അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവനൊരു ചെറുക്കന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും, ഇത് ഒരു തെളിയിക്കപ്പെടാതെ പോയ ഒരു പെങ്കൊച്ചിന്റെ മർഡർ കേസിലെ പ്രതിയായിരുന്നു എന്ന്. അവന്റെ ഫോട്ടോ കണ്ടിട്ട് കാങ്ങ് പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായി അവക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, നീ എന്നെ ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കണേ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ കിമ്മിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ആ ചേട്ടനെയാണ്. അവനാണെങ്കിൽ നമ്മളുടെ കിമ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിയോങ്ങിനെ വന്ന് തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് പറയും, നീ എന്നെ ഒരിടത്ത് കാണാൻ വന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ കിമ്മ് അവളെ രക്ഷിക്കാൻ വേണ്ടി പോകാനൊരുങ്ങുന്നതും അവിടെയായിട്ട് നമ്മളുടെ കാങ് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ കാണും കിമ്മ് എവിടേക്കും അർജന്റായിട്ട് പോകുന്നത്. അങ്ങനെ കാങ്ങും അവനെ ഫോളോ ചെയ്ത് വരും. നമ്മളുടെ കിമ്മ് ആണെങ്കിൽ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ചേട്ടനെ കാണുന്നതും അവിടെ സത്യമൊക്കെ പറയും. അതായത് അവൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അന്നത്തെ ദിവസം രാത്രി അവളെ ഒറ്റയ്ക്കാക്കി പോയി, അത് മാത്രമാണ് അവൻ ചെയ്തത് എന്ന്. എന്നാൽ ഇവളുടെ ചേട്ടൻ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. ഇയാളാണെങ്കിൽ നമ്മളുടെ കിമ്മിനെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കും. കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ കാങ് എത്തിച്ചേരും. അവനാണെങ്കിൽ ഈ ചേട്ടനെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കും. പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. നമ്മുടെ കാങ് പറയും, ഇത് നമുക്ക് പോലീസ് കേസ് ആക്കണം എന്ന്. എന്നാൽ നമ്മുടെ കിമ്മ് പറയും, വേണ്ട, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും സത്യം പുറത്തു വരൂ എന്ന്. അപ്പോൾ നമ്മുടെ കാങ് ആണെങ്കിൽ ചോദിക്കും, സോളിനെല്ലാം അറിയാവോ എന്ന്. അവിടെ നമ്മളുടെ കിമ്മ് എല്ലാം അറിയാം, അവക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ കിമ്മിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ചേട്ടനെയാണ്. അയാളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അയാളാണ് യഥാർത്ഥത്തിൽ ആ പെങ്കൊച്ചിനെ കിമ്മുമായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആക്കിയത്. കാര്യം അയാൾ അത്രയ്ക്കും ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് അവക്ക് നമ്മളുടെ കിം ഒരു ഒബ്സഷൻ ആയിട്ട് മാറിയത്. അടുത്ത ദിവസം സോള് നമ്മളുടെ കിമ്മിനെ കാണാൻ വീട് വരും. കിം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോളിന് ഭയങ്കര ടെൻഷനായിട്ട് അവൾ അവന് വേണ്ടിയിട്ടൊരു ബോഡി ഗാർഡിനെ തന്നെ അന്വേഷിച്ചിറങ്ങും. അവിടെയായിട്ട് കാങ് വരും. അപ്പൊ നമ്മുടെ സോൾ അവന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയും, അതായത് അവക്ക് കിമ്മിനെ പൂർണ്ണ വിശ്വാസമാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മാനേജർ ആണെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ കിമ്മിന്റെ അടുത്ത് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയുന്നത്. അങ്ങനെ അവനാണെങ്കിൽ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. എന്നാൽ നമ്മുടെ കിം അവിടെ പറയുന്നത് തന്നെ, ഞാൻ ഇനി നിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല, റിസൈൻ ചെയ്യുവാണ്, എന്നെ കൊണ്ട് നിനക്കൊരു പ്രശ്നവും ഉണ്ടാവണ്ട എന്ന്. കൂട്ടത്തിൽ തന്നെ അവൻ നമ്മളുടെ സോളുമായിട്ട് റിലേഷനിലാണ്, അവർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും പറയും. അങ്ങനെ നമ്മുടെ മാനേജർ പുറത്തോട്ട് വരുന്നതും നമ്മുടെ സോളിനെ കണ്ടിട്ട് അവൻ കൺഗ്രാജുലേഷൻ പറയും. എന്നാൽ നമ്മളുടെ സോളിനാണെങ്കിൽ അത് ഭയങ്കര ഫേക്കായിട്ട് കള്ളവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതേസമയം തന്നെ കിമ്മു വന്നിട്ട് അവളെ അങ്ങ് അകത്ത് വിളിച്ചോണ്ട് പോകും. എന്നിട്ട് അവനാണെങ്കിൽ പറയും, നമുക്ക് രണ്ടുപേർക്കും ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നമ്മൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായില്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ
നമ്മുടെ കാങ്ങാണെങ്കിൽ ആ കിമ്മിന്റെ കേസ് ഇപ്പോഴും വിടാണ്ട് അതിനെപ്പറ്റി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ അവനാണെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലത്തൊക്കെ ചെന്ന് അന്വേഷിച്ച് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളും ടീമും കൂടി ചേർന്നിട്ട് ഒരു സ്റ്റോള് തന്നെ ഇടുന്നതാണ്. അവിടെയായിട്ട് അവർ ഒരുപാട് പൈസയൊക്കെ ഏൺ ചെയ്യും. നമ്മളുടെ കിമ്മും അവിടെയായിട്ട് ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്താന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനിരുന്ന ചെറുക്കൻ അവിടെ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളുടെ കിമ്മിന് അതിന്റെ പ്രൈസ് മണിയും ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ കിമ്മിന്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. എന്താന്ന് വെച്ചാൽ അവിടെ പിയാനോ വായിച്ചിട്ട് അവന് കുറെ ഫാൻസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ആ കാങ് ആണെങ്കിൽ അവിടെയുള്ളൊരു ഡിറ്റക്റ്റീവിനെ കണ്ട് അയാളുടെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാ. അപ്പൊ അയാൾ പറയും ആ പെങ്കൊച്ച് സൂയിസൈഡ് തന്നെ ചെയ്തതായിരിക്കും. കാര്യം നമ്മളുടെ കിം അവളുടെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ സംഭവം ഉണ്ടായത് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ കാങ്ങിന്റെ കൂടെ ഇരിക്കുന്ന ആ പോലീസ് ഓഫീസറില്ലേ, അയാൾക്കൊരു കോൾ വരും. അതായത് ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അത് വേറെ ആരുടെയല്ല, നമ്മുടെ കിമ്മിന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ തന്നെയായിരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ആ സംഭവ സ്ഥലത്ത് എത്തും. എന്നാൽ ഈ കാങ്ങിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആളില്ലേ, അയാൾ പറയും നീ ഈ കേസിൽ നിന്ന് മാറി നിൽക്ക്, ഞാനിത് മാനേജ് ചെയ്തോളാന്നും പറഞ്ഞ് അവനെ അങ്ങ് മാറ്റി നിർത്തും. ഇപ്പോൾ ഈ സംഭവം ന്യൂസിലും എല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ ഈ പോലീസ് ഓഫീസർ ആണെങ്കിൽ സത്യം പുറത്തോട്ട് കൊണ്ടുവരാൻ റെഡി ആവത്തില്ല. അയാളുടെ കയ്യിലായിട്ടൊരു റിങ്ങും ഇരിക്കുന്നത് കാണിക്കും. അയാളിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കാങ് വന്നിട്ട് സോണിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതാ. നീ ഇപ്പോൾ പറയുന്നു അവനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എങ്കിലും ഈ ഒരു പ്രശ്നം പുറത്തു വന്നു കഴിഞ്ഞാൽ അവന്റെ കരിയറിനെയും അവനെയും നല്ല മോശമായിട്ട് ബാധിക്കും. ഇത് കേൾക്കുന്ന നമ്മുടെ സോളിന് ഭയങ്കര ടെൻഷനാവും. അവൾ അങ്ങനെ വന്ന് നമ്മുടെ കിമ്മിനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കിമ്മിന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ ആ ചേട്ടനില്ലേ, അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നയാ. അയാളോട് പറയുന്നത് തന്നെ നിങ്ങളും അതേപോലെ കിമ്മിന്റെ അമ്മയും കൂടി ചേർന്നിട്ടാണ് ഈ കേസിനെ ഇങ്ങനെ ഒതുക്കി തീർക്കാൻ നോക്കുന്നത് എന്ന്. അതേസമയം തന്നെ നമ്മുടെ കിമ്മിന്റെ അമ്മേനെ കാണിക്കും. യഥാർത്ഥത്തിൽ അവരുടെ കൈയും ഇതിനകത്തുണ്ട്. അവരെത്രയൊക്കെ വിചാരിച്ചിട്ടും ഈ സംഭവം പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവസാനം നമ്മുടെ കിമ്മിനെ കേസിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് ക്വസ്റ്റ്യനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ കേസ് ഇപ്പോഴെങ്ങും അവസാനിക്കുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ആ എക്സ് ഗേൾഫ്രണ്ടിന്റെ ചേട്ടനാണെങ്കിൽ കിമ്മിന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ നേരെ അവന്റെ വീട്ടിലായിട്ട് വരും. അയാൾ അവിടുത്തെ ലൈറ്റ് എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അവിടെയായിട്ട് വെയിറ്റ് ചെയ്യും. മുകളിലേക്ക് ഒരാൾ വരുന്നതും അയാൾ ആ ആളുടെ ഫേസ് പോലും നോക്കാണ്ട് അറ്റാക്ക് ചെയ്യും. യഥാർത്ഥത്തിൽ അത് കിം ആയിരുന്നില്ല. അത് മനസ്സിലാക്കുന്നതും ആ സെക്കൻഡിൽ തന്നെ അവിടേക്ക് നമ്മുടെ കിം വരും. ഇയാൾ നമ്മളുടെ കിമ്മിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഇതറിഞ്ഞ നമ്മുടെ സോളാണെങ്കിൽ നമ്മുടെ കാങ്ങിനെ വിളിച്ചിട്ട് പറയും വേഗം ഇങ്ങോട്ട് വരണേ എന്ന്. സോൾ അങ്ങനെ നമ്മുടെ കിമ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അതിന്റെ ഇടയിലായിട്ട് നമ്മുടെ സോളിന് പരിക്കും പറ്റും. കാങ് അവിടെ വന്നതുകൊണ്ട് തന്നെ എക്സ് ഗേൾഫ്രണ്ടിന്റെ ചേട്ടനെ പോലീസ് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അയാളെ അവിടെ ലോക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കിം ആണെങ്കിൽ ആ പരിക്ക് പറ്റിയ ചെറുക്കനില്ലേ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതാണ്. അവൻ്റെ അടുത്ത് സോറിയും പറയും. അങ്ങനെ അവൻ പുറത്തോട്ട് വരുന്നതും പുറത്തായിട്ട് കുറേ മീഡിയക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും നമ്മുടെ കിമ്മിനെ വളഞ്ഞു നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അവിടെ നമ്മുടെ കിം ആണെങ്കിൽ എല്ലാം നടന്ന കാര്യങ്ങളും പറയും. അവൻ ആരാണ്, അവനിപ്പോൾ എന്താണ് ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അവൻ നമ്മളുടെ സോളിൻ്റെ കൂടെ അവളുടെ ഷോപ്പിലായിട്ട് വരുന്നയാ. എന്നിട്ട് അവൻ പറയും ഞാനിനി ഒരിക്കലും ബീരുവിനെ പോലെ ഒളിച്ചിരിക്കത്തില്ല, എനിക്കും ഇനി സത്യം എന്താന്ന് കണ്ടുപിടിക്കണം, ഞാനന്ന് പോയതിനു ശേഷം അവിടെ എന്താ സംഭവിച്ചേന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ആ മാനേജറിന്റെ അനിയനില്ലേ അവൻ വരുന്നതാ. അവൻ വന്നിട്ട് അവൻ്റെ അടുത്ത് ക്യാഷൊക്കെ ചോദിക്കും. കൂട്ടത്തിൽ തന്നെ അവൻ്റെ വായിന്ന് അറിയാണ്ട് വീഴും. അതായത് ഇവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ അവനും ഒരിക്കൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവളെ എന്തോ ആവശ്യം വന്നപ്പോൾ ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അവൾ നല്ല പേടിച്ചിരുന്നേ. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ കിമ്മിനൊരു കാര്യം ഓർമ്മ വരും. അവനൊരിക്കൽ അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ വന്നപ്പോൾ അവൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവനെ അവളുടെ വീട്ടിലോട്ട് കയറാൻ കൂടി സമ്മതിച്ചില്ല. അതിൻ്റെ അർത്ഥം അവളുടെ അച്ഛൻ അവളെ നല്ലതുപോലെ ഉപദ്രവിക്കുമായിരുന്നു എന്ന്. അതേപോലെ തന്നെ നമ്മുടെ കിമ്മിപ്പോൾ വിചാരിക്കും അവളുടെ അച്ഛനെ കണ്ടുപിടിക്കണം, അയാളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കണം എന്ന്. അങ്ങനെ നമ്മുടെ കിമ്മാണെങ്കിൽ അയാളുടെ അഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ സോണിൻ്റെ അടുത്ത് പറയും നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ ചേട്ടനില്ലേ, അയാൾ കാങ്ങിൻ്റെ അടുത്ത് പറയുന്നതാ ഈ കേസിനെ ഒതുക്കി തീർക്കാനാണ് എല്ലാവരും നോക്കുന്നത്. എന്നാൽ ഞാൻ നിനക്കൊരു ഡയറി തരാം, ആ ഡയറി വെച്ച് നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്ക് എന്ന്. അങ്ങനെ കാങ് അതൊക്കെ ഇരുന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ കിമ്മാണെങ്കിൽ അവൻ്റെ എക്സിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവിടെയായിട്ട് നമ്മുടെ സോളും എത്തിയിട്ടുണ്ടായിരുന്നു. അയാളെ പിടിച്ച് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അയാൾ പറയും ഞാൻ എൻ്റെ മോളെ കൊന്നിട്ടില്ല എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ സോളിന് മനസ്സിലാവും അയാൾ പറയുന്നത് സത്യവാ എന്ന്. എന്നാൽ അയാൾ അവിടെ പറയും എനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആൾക്കാരൊക്കെ
അവളെ കൊന്നു കളയുമെന്ന് എൻ്റെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മളുടെ ആ മാനേജറിന്റെ അനിയനെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ അച്ഛനാണെങ്കിൽ അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ദോ നിൽക്കുന്ന അവനില്ലേ, അവൻ എൻ്റെ മോളുടെ പുറകെ നടക്കുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഷോക്കാവും. പെട്ടെന്ന് തന്നെ ഈ മാനേജറിന്റെ അനിയനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മുടെ കിമ്മും സോളും കൂടി ചേർന്നിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ഓടും. അങ്ങനെ അവസാനം ഇവനെ പിടിച്ച് 2-3 അടിയും കൊടുത്തിട്ട് ചോദിക്കും, നീ എന്താണ് ചെയ്തത് എന്ന്. അപ്പോൾ അവൻ പറയും, അതെ, ഞാൻ തന്നെയാണ് അവളെ കൊന്നു കളഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങ് സിയോളിൽ പോയതിനു ശേഷം ഞാനും അവളും ഡേറ്റ് ചെയ്യുമായിരുന്നു എന്ന് ഇവൻ ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്ന നമ്മുടെ സോള് വന്നിട്ട് പറയും, ഇവൻ പറയുന്നത് കള്ളവാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ മാനേജറിന്റെ അനിയനാണെങ്കിൽ സോളിനെ പിടിച്ചു നിർത്തി അവളുടെ കഴുത്തിലായിട്ട് കത്തി വെച്ചിട്ട് പറയും, എന്നെ പോവാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ കൊന്നു കളയൂ എന്ന്. ഇവിടെ നമ്മുടെ സോളിനെ അറിയാം ഇവൻ ഈ പറയുന്നതും കള്ളവാ എന്ന്. എന്നാൽ നമ്മുടെ കിമ്മിന് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അവനാണെങ്കിൽ ആ ബ്രദറിനെ അങ്ങ് പോവാൻ വേണ്ടിയിട്ട് സമ്മതിക്കും. എന്നിട്ട് സോളിനെ രക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ കാങ്ങാണെങ്കിൽ ആ ഡയറിനെ ഫോളോ ചെയ്തിട്ട് ഒരു വിറ്റ്നസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അയാളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ പറയും, അതായത് ഞാൻ അന്നത്തെ ദിവസം രാത്രി ഒരു ജേഴ്സി ഇട്ടൊരു ചെറുക്കനെ കണ്ടായിരുന്നു. എന്നാൽ അത് കിമ്മാണോ എന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അവൻ്റെ രൂപവും അവൻ്റെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ വെച്ച് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അസ്യൂം ചെയ്തതാണ്, അല്ലാണ്ട് എനിക്ക് കൺഫേം ആയിട്ട് അറിയത്തില്ല എന്ന് പറയും. അതേസമയം തന്നെ നമ്മളുടെ കിമ്മില്ലേ, അവൻ ആ മാനേജറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അയാളുടെ അടുത്ത് അയാളുടെ ബ്രദറിനെ പറ്റി ചോദിക്കും. അപ്പോൾ നമ്മുടെ കിമ്മ് പറയും, എനിക്ക് അവനിൽ നല്ല ഡൗട്ടുണ്ട് എന്ന്. അവിടെ നമ്മുടെ മാനേജർ പറയും, അവൻ എപ്പോഴും കുടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ കമ്പനിക്ക് പോകുന്നതൊക്കെ എനിക്കറിയാം, അത് മാത്രമേ അറിയത്തുള്ളൂ എന്ന്. കൂടുതലൊന്നും അയാളും പറയാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കിമ്മും സോളും കൂടി ആ മാനേജറിന്റെ അനിയനെ തിരക്കി ഇറങ്ങുന്നതാ. അതേസമയം തന്നെ നമ്മളുടെ കാങ്ങില്ലേ, അവനാണെങ്കിൽ അവൻ്റെ കൂടെയുള്ള ആ കോവർക്കർ അയാളുടെ അടുത്ത് വന്ന് സംസാരിക്കും. അതായത് നമ്മുടെ കിമ്മിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അയാൾ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ അയാളുടെ കുഞ്ഞിന് ഓപ്പറേഷന് വേണ്ടിയിട്ട് ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ പൈസ വാങ്ങിയത്. എന്നാൽ ഇപ്പോൾ അയാൾക്ക് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ തെളിവായിട്ട് കിട്ടിയ ഒരു റിങ് ഉണ്ടല്ലോ, ആ റിങ് നമ്മളുടെ കാങ്ങിൻ്റെ കൊടുക്കും. എന്നിട്ട് പറയും, നീ യഥാർത്ഥ പ്രതിനെ കണ്ടുപിടിക്കണം, ഇതാ ബോഡിയുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയതാ എന്ന്. അങ്ങനെ നമ്മളുടെ കാങ്ങാണെങ്കിൽ ആ റിങ് എവിടാണോ ചെയ്തത് ആ സ്ഥലത്തായിട്ട് വന്ന് കാണിക്കും. അപ്പോൾ ആ കടക്കാരൻ പറയും, ഈ റിങ് യഥാർത്ഥത്തിൽ കപ്പിൾ റിങ് ആയിരുന്നു, എന്നാൽ ഒരു ചെറുക്കനും കൂടി വന്നിട്ട് ഇതേ റിങ് എന്നെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു എന്ന്. വേറെ ഡീറ്റെയിൽസ് ഒന്നും അയാളുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഒരു നമ്പർ മാത്രമുണ്ട്. അങ്ങനെ നമ്മൾ കാങ്ങാൻ നമ്പറിലൊക്കെ കോൾ ചെയ്ത് നോക്കും. എന്നാൽ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ മാനേജറിനെയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ അയാളുടെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കിമ്മിനെ വിളിച്ചിട്ട് പറയും, എനിക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല, ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല എന്ന്. എന്നാൽ അവൻ്റെ ബ്രദറാണെങ്കിൽ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാങ്ങാണെങ്കിൽ സോളിൻ്റെ അടുത്തും കിമ്മിൻ്റെ അടുത്തും വന്നിട്ട് പറയും, അതായത് ഇങ്ങനൊരു റിങ് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു നമ്പർ കിട്ടി, അതിൽ വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കിമ്മിന് ഓർമ്മ വരും. അതായത് ആ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനേജറിന് ഒരു ബാറിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, ആ ഷോപ്പിലെ നമ്പറാണ് എന്ന്. ഇപ്പോൾ ഇവർക്ക് ഈ കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ആ മാനേജർ വരുന്നതാ. സോളു അവിടെ ആയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ സത്യം എന്തുവാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാനേജർ അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവൻ പറയും, യഥാർത്ഥത്തിൽ എൻ്റെ ബ്രദർ തന്നെയാണ് അവളെ കൊന്നു കളഞ്ഞത്, എന്നാൽ ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഞാനത് ചെയ്യത്തില്ല, കാര്യം എന്നെ സംബന്ധിച്ച് നീ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ നമ്മളുടെ ആ മാനേജർ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ബ്രദറില്ലേ, അവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സറണ്ടർ ആവുന്നതാ. അവനാണ് ആ പെങ്കൊച്ചിനെ കൊന്നത് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളുടെ കാങ്ങാണെങ്കിൽ അവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവൻ പറയും, എനിക്ക് അവരുടെ റിലേഷനിൽ ഭയങ്കര ജലസായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ കൈമുറിച്ച് നിൽക്കുന്ന ദിവസം ഞാൻ അവളെ കാണാൻ ചെന്നു. ഞാൻ അവളുടെ അടുത്ത് സ്നേഹമായിട്ട് സംസാരിച്ചപ്പോൾ അവളെന്നെ ഇഷ്ടമല്ലാന്നും പറഞ്ഞ് തിരിഞ്ഞോടിയതും ഞാൻ അവളെ തള്ളിയതാ. അവളുടെ തലയിടിച്ച് അവൾ മരിച്ചുപോയി. ആ സ്ഥലത്ത് തന്നെ ഞാൻ അവളെ അടക്കം ചെയ്യുകയും ചെയ്തു എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കാങ്ങ് ഒന്ന് സർപ്രൈസ്ഡ് ആയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാങ് ഇക്കാര്യം എല്ലാം വന്ന് നമ്മളുടെ സോളിൻ്റെ അടുത്ത് പറയും. എന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ചെയ്തതിനെക്കാട്ടിയും എനിക്ക് ഡൗട്ട് അവൻ്റെ ബ്രദറായിട്ടുള്ള ആ മാനേജർ കുറ്റം ചെയ്തോ എന്നാണ്. അതുകൊണ്ട് നീയാണെങ്കിൽ മാനേജറിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് സത്യം എന്തുവാന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മളുടെ സോളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നതും മനസ്സിലാവും. അതായത് യഥാർത്ഥത്തിലുള്ള പ്രതി അവനല്ല, അവൻ്റെ ചേട്ടനായിട്ടുള്ള ആ മാനേജർ തന്നെയാ എന്ന്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. മാനേജർ ആണെങ്കിൽ മാനേജറിൻ്റെ അനിയൻ്റെ അടുത്ത് പറയും, നീ കുറ്റം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഉടനെ തന്നെ ജയിലിൽ നിന്ന് പുറത്താക്കാം എന്ന്. ഇവിടെ നമ്മുടെ ആ മാനേജറിൻ്റെ ബ്രദർ പറയും, നിനക്ക് എന്തെങ്കിലും തെളിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ ചേട്ടൻ്റെ ഓഫീസിലായിട്ട് ചെന്നാൽ മതി, അവിടെയായിട്ട് ആ തെളിവുകളെല്ലാം ഉണ്ട് എന്ന്. അങ്ങനെ
അങ്ങനെ നമ്മുടെ സോള് നേരെ വരുന്നത് ഓഫീസിലായിട്ടാണ്. അവിടെ വെച്ച് സോളാണെങ്കിൽ കിമ്മിനെ വിളിച്ച് ഇൻഫോം ചെയ്യും. അതായത് കുറ്റം ചെയ്തത് നമ്മുടെ മാനേജറിന്റെ അനിയനൊന്നുമല്ല, യഥാർത്ഥത്തിൽ മാനേജർ തന്നെയാണ്. ഇത് കേട്ട് നമ്മുടെ കിമ്മ് ഭയങ്കര ഷോക്കായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ സോളിന് എല്ലാ തെളിവും കിട്ടും. യഥാർത്ഥത്തിലെ മാനേജറിന് നമ്മുടെ കിമ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വേറെ ആരും വരരുത് എന്നുള്ളൊരു മൈൻഡിലാണ് അയാള് അവന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ കൊന്നു കളഞ്ഞത്. ഇവിടെയായിട്ട് നമ്മളുടെ ആ മാനേജർ ആണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ പിടിക്കപ്പെട്ടു എന്ന് അറിയുന്നതും പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കും. അവിടെയായിട്ട് കാങ്ങും കിമ്മും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ മാനേജർ ആണെങ്കിൽ അയാളുടെ വണ്ടി ആക്സിഡന്റ് ആക്കാൻ നോക്കും. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. മാനേജർ ആണെങ്കിൽ അയാളുടെ കാറ് കൊണ്ടുവന്ന് ആക്സിഡന്റ് ആക്കും. അവിടെ വലുതായിട്ട് തീ പിടിക്കും. നമ്മുടെ സോൾ അവിടെ നിൽക്കുമായിരുന്നു. നമ്മുടെ കിമ്മും കാങ്ങും എല്ലാം അടുത്തോട്ട് ചെല്ലും. എന്നാൽ പെട്ടെന്ന് തന്നെ വലിയൊരു ബ്ലാസ്റ്റ് സംഭവിക്കും. അവിടെയായിട്ട് ആർക്കും തന്നെ ഒന്നും സംഭവിക്കത്തില്ല. എങ്കിലും നമ്മളുടെ സോളിന്റെ ചെവിയിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മളുടെ സോളിനെ ഹോസ്പിറ്റലിലൊക്കെ ആക്കും. അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ നമ്മളുടെ കിമ്മ് പറയും, നീ എന്തായിരുന്നാലും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, എനിക്കാണെങ്കിൽ മാനേജറിന്റെ കൂടെ നിൽക്കണം, എനിക്ക് സത്യം അറിയണം എന്ന്. അവിടെ മാനേജറിന് ബോധം വരുന്നത് നമ്മളുടെ കിമ്മ് വന്നിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൻ പറയാൻ തുടങ്ങും, അവന് കിമ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ അറിയായിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ട് അവൻ ചെന്ന സമയത്ത് അവളാണെങ്കിൽ മാനേജറിനെ നന്നായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു, ഇക്കാര്യം കിമ്മിൻ്റെ അടുത്ത് പറയൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അബദ്ധത്തിൽ അവളെ കൊന്നു പോയതാണ് എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ കിമ്മ് ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മാനേജർ ആണെങ്കിൽ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് അയാളാണെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോളിനാണെങ്കിൽ ഇപ്പം മനസ്സിലായിട്ടുണ്ട് അവൾക്ക് അവളുടെ പവർ നഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ അവള് വിഷമിച്ച് നമ്മളുടെ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മളുടെ കിമ്മ് പറയും, നീ വിഷമിക്കണ്ട, എന്തായിരുന്നാലും ഇത് നല്ലതല്ലേ, നിനക്കിന്റെ സാധാരണക്കാരെ പോലെ ജീവിച്ചൂടെ എന്ന്. അങ്ങനെ നമ്മുടെ സോളിനെ സമാധാനിപ്പിക്കും. കിമ്മാണെങ്കിൽ അവനും അവന്റെ കൂടെയുള്ള 2 ടീംമേറ്റ്സുമായിട്ട് ഒരു ഏജൻസി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതേപോലെ നമ്മുടെ സോളാണെങ്കിൽ ഒരു കഫേ തന്നെ തുടങ്ങാൻ തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ സോളിന്റെ അമ്മേനെയും അതേപോലെ അവളുടെ അച്ഛനെയാണ്. രണ്ടുപേരും അവരുടെ രണ്ടുപേരും മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി ഇപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ കിമ്മിന്റെ അമ്മയാണെങ്കിൽ അവരുടെ തെറ്റ് മനസ്സിലാക്കി നമ്മുടെ കിമ്മിന്റെ അടുത്ത് വന്ന് മാപ്പൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ നമ്മളുടെ സോളിന്റെ ആ അസിസ്റ്റന്റ് ഇല്ലേ, അവനാണെങ്കിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ ആ സിയോങ് അവളുടെ ബോഡി ഗാർഡ് ആവുകയും ചെയ്യും. അവൻ ആദ്യം തൊട്ടേ ഇത് തന്നെ അല്ലായിരുന്നു വലിയ വിഷ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോളിനാണെങ്കിൽ അവളുടെ പവേഴ്സ് തിരിച്ചു കിട്ടുന്നതാണ്. എന്നാൽ നമ്മളുടെ സോളാണെങ്കിൽ അത് മൈൻഡ് ആക്കാണ്ട് അവളുടെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനാ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ കിമ്മിനാണെങ്കിൽ അവന്റെ ഏജൻസിയൊക്കെ വലുതായി വലിയൊരു അവാർഡ് തന്നെ കിട്ടുന്നതാ. അവിടെ നമ്മളുടെ സോളും കിമ്മും ഒക്കെ ചേർന്നിട്ട് അവരുടെ ഫ്രണ്ട്സിന് പാർട്ടി കൊടുക്കുന്നതൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മാനേജർ ആണെങ്കിൽ കിമ്മിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നതാ. അതായത് അവന്റെ എക്സ് ഗേൾഫ്രണ്ട് മരിക്കുന്നതിന് മുന്നേ ആയിട്ട് അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൾക്കാണെങ്കിൽ അവന്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല, അവൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ന്. ഈ മെസ്സേജ് അവൾ സെൻഡ് ആക്കത്തില്ല, അവൾ ടൈപ്പ് ചെയ്ത് വെക്കത്തതേ ഉള്ളൂ. ഇവളുടെ ഫോണാണെങ്കിൽ നമ്മളുടെ മാനേജറിന് കിട്ടുമ്പോൾ അങ്ങനെയാണ് അവൻ ഈ മെസ്സേജ് വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ കിമ്മാണെങ്കിൽ സോളിനെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നതാ. അവിടെ നമ്മളുടെ സോളും എസ് പറയും. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് പരസ്പരം കിസ് ചെയ്യും. അവസാനമായിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോളാണെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഇത്രയും നാളും അവൾ കള്ളം കണ്ടുപിടിച്ചിട്ട് ആരുടെയൊക്കെ ജീവിതമാണോ നശിപ്പിച്ചത്, അവരുടെ അടുത്തെല്ലാം സോറി പറഞ്ഞുകൊണ്ടാണ് അവൾ വീഡിയോ ചെയ്തേക്കുന്നത്. അവൾ എല്ലാ തവണയും കള്ളം മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ ആ കള്ളത്തിന് പിന്നിലുള്ള റീസൺ എന്താണെന്നോ അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നോ എന്നൊന്നും നമ്മളുടെ സോളിന് അറിയത്തില്ല. അവൾ അവരുടെ അടുത്ത് എല്ലാം ക്ഷമ ചോദിച്ചിട്ട് നമ്മളുടെ കിമ്മിന്റെ കൂടെ ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഈ ഒരു ക്യൂട്ട് എൻഡിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ലവ്ലി ലെയർ എന്ന് പറഞ്ഞ ഈ സീരീസ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.